ഒരു സാധാരണ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 3 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങാ നീര്, 1 കപ്പ് പുതിനയില, 1 വലിയ കപ്പ് മല്ലിയില, പിന്നെ വലിയ ഉള്ളി ഒരു 4 ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമ്മൾ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുളക് പൊടി എരുക്കനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു മുഴുവൻ നന്നായിട്ടൊന്നും ഫ്രൈ ചെയ്യുന്നില്ല, ഒരു 1/4 ഭാഗം വേവാവുന്നത് വരെ ഫ്രൈ ആക്കുന്നുള്ളൂ. ഇത് ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്നത്. എന്നിട്ടിത് നമ്മൾ മാറ്റി വെക്കുക. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലിൽ തന്നെ ആണ് ഉണ്ടാക്കുന്നത്. 1 ടീസ്പൂൺ ഗീ ഈ ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒനിയൻ, ഇത് കംപ്ലീറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് പുതിന ഇലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം. മല്ലിയിലയുടെ ഒരു 1/4 ഭാഗം ആഡ് ചെയ്താൽ മതി. ബാക്കി 1/4 ഭാഗം നമ്മൾ റൈസ് ആഡ് ചെയ്യുമ്പം അതിലേക്ക് ഇടാൻ വേണ്ടി വെച്ചേക്കാണ്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 ടീസ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പുളിക്കനുസരിച്ച് നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. പിന്നെ 1 വലിയ സ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോഴത്തേക്കും നമ്മൾ ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പച്ചമുളകും തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് 1/2 കിലോ ചിക്കന് 1/2 കിലോ റൈസാണ് എടുത്തത്. അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. എന്നിട്ട് പിന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ബോയിൽ ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂൺ ഓയിലും കുറച്ച് ഏലക്കായും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ട് റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് റൈസ് ഏകദേശം ഒരു 70% വേവാകുമ്പോൾ ആ റൈസ് ഊറ്റിയെടുക്കുക. അപ്പോഴത്തേക്കും നമ്മളെ തക്കാളിയൊക്കെ ഉള്ളത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ നാരങ്ങാ നീരും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ലെയറായിട്ട് റൈസ് ഇടാൻ പോവാണ്. ആദ്യം ഇതുപോലെ റൈസ് ആഡ് ചെയ്യുക. പകുതി റൈസ് എടുത്ത് ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ ആയിട്ട് നമ്മൾ കുറച്ച് നാരങ്ങാ നീരും ബാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ മല്ലിയിലയും പിന്നെ കുറച്ചൊരു ഗരം മസാലയുടെ ഒരു നുള്ള് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ വീണ്ടും അടുത്ത റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെയും അതുപോലെ കുറച്ച് നാരങ്ങാ നീരും മല്ലിയിലയും പിന്നെ ഒരു 2-3 നുള്ള് ഗരം മസാലയും കൂടി അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളൊരു 3-4 വലിയ സ്പൂണ് തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് നേരം വേവിച്ചാൽ മതി. ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് അധികം വേവ് ഉണ്ടാവില്ല. എന്നിട്ട് ഇത് തുറന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് റൈസും ചിക്കനും കൂടെ മസാലയും കൂടെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മസാലയും ചിക്കനും കൂടി സെപ്പറേറ്റ് ചെയ്ത് വിളമ്പാം, അല്ലെങ്കിൽ മിക്സ് ചെയ്ത് തന്നെ വിളമ്പാം. അപ്പോൾ ബിരിയാണി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. കുക്ക് ഇറ്റ് ആൻഡ് ഹാവ് ഇറ്റ്.